ഹലോ ഗൈസ്, നമുക്കിന്നിവിടെ അടിപൊളിയായിട്ട് സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ഞാൻ ഉച്ചയ്ക്ക് തന്നെ നന്നായിട്ട് മസാല പുരട്ടി വെച്ച ചിക്കൻ, അതുപോലെ തന്നെ തേങ്ങ, ഇഞ്ചി, പച്ചമുളക്. ഇഞ്ചി അല്പം കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി തേങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പൊക്കെ കറക്റ്റിന് ചിക്കന് ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് മിക്സിയിൽ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ പാനടുപ്പേ വെച്ചു. അപ്പോൾ നന്നായിട്ട് ചൂടായി. നമുക്കത് ഇതിനകത്ത് കറക്റ്റ് മസാലയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അധികമായിട്ട് ഞാൻ ഇനി നമ്മൾ ചേർക്കത്തില്ല. അപ്പം നമ്മൾ കറക്റ്റ് തന്നെ ചേർത്ത് വെച്ചാലേ ആ ടേസ്റ്റ് കറക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നേരത്തെ തന്നെ മസാല ആവശ്യാനുസരണം ചേർത്ത് വയ്ക്കുക. അപ്പം ഇതെല്ലാം നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങൊക്കെ ഞാൻ വേവിച്ച് ഉടച്ച് വന്നിട്ടുണ്ട്. തേങ്ങ മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ കിഴങ്ങിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് തന്നെ. നമുക്ക് നൊയമ്പിന് നമുക്ക് പെട്ടെന്ന് ഒരുപാട് ജോലിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്കൊരു കട്ട്ലറ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു വിഭവമാണ്. അപ്പം നമുക്ക് ചിക്കൻ്റെ അളവ് എത്ര കൂട്ടിയാലും ടേസ്റ്റ് നമുക്ക് കൂടത്തേ ഉള്ളൂ. അപ്പം ചിക്കൻ്റെ വീട്ടിലുള്ള അനുസരിച്ച് അളവൊക്കെ കൂട്ടി എടുക്കാം. പിന്നെ അതുപോലെ ചിക്കന് വരെ നമുക്ക് മുട്ടയാണെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കറക്റ്റ് ഷേപ്പിൽ കിട്ടണമെങ്കിൽ നമ്മുടെ മിക്സിങ് കറക്റ്റ് ആയിരിക്കണം. എന്നാലേ നമുക്ക് അത് കറക്റ്റ് ഷേപ്പിൽ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ബ്രെഡ് പൊടിച്ച് വെച്ചു, മുട്ടയും ബീറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇത് എങ്ങനെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ ഉരുള എടുത്തിട്ട് നന്നായിട്ട് ഇത് പിടിച്ചെടുക്കുമ്പം അതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ട് കറക്റ്റാണ്, ഇല്ലെങ്കിൽ പൊട്ടിപ്പോകും. അപ്പം ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് വരുന്നത്. ഇല്ലെങ്കിൽ ഇത് പൊട്ടി അങ്ങ് പോകും, കറക്റ്റ് കൂട്ട് കറക്റ്റ് അല്ലെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടാണ് വോയിസ് ചെയ്യുന്നത്. അപ്പോൾ അല്പം ഉപ്പ് കൂടിപ്പോയി. അപ്പം നിങ്ങൾ ഉപ്പിടുന്നത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ടിടുക. അപ്പം നൊയമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് ഞാനത് കഴിച്ചു നോക്കിയേ. കഴിച്ചപ്പോൾ അല്പം ഉപ്പ് കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ബാക്കിയുള്ളതെല്ലാം നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാം. നല്ല ടേസ്റ്റിൽ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മയോണൈസ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റികളുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഉള്ളിയൊക്കെ വഴറ്റിയിട്ടല്ലേ കട്ട്ലറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഈ ഒരു ടേസ്റ്റിലൂടെ നമുക്കിത് നോക്കാം. അപ്പം ഞാൻ എല്ലാം ഫുള്ളായിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ബ്രെഡ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം മുട്ടയിലേക്ക് മുക്കി ഇനി അടുത്ത് നമുക്ക് ബ്രെഡിലിട്ട് കൊടുക്കാം. ബ്രെഡിലിട്ടിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് എണ്ണയിലിടാവൂ. നന്നായിട്ട് പിടിപ്പിച്ചെടുക്കുക. ബ്രെഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തതുപോലെ റവയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ റവ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ബ്രെഡ് അഥവാ ഇല്ലെന്നും പറഞ്ഞാൽ നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു പാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് എണ്ണ മാത്രം മതി. അതുകൊണ്ട് ഞാൻ ഈ ഒരു പാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഓരോ കട്ട്ലറ്റ് മാത്രം ഇട്ടിട്ടാണ് മുരിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് എണ്ണ മാത്രം മതി. നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് ആകാതിരിക്കാം. അപ്പം നമുക്ക് ബാക്കിയുള്ള ഫുള്ള് കട്ട്ലറ്റും ഇതേപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അടിപൊളിയായിട്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് കടകളിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം നമുക്ക് കടയിലും അത് കിട്ടുന്നില്ല. അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റ്, കണ്ടാൽ തന്നെ അറിയാലോ നല്ല ടേസ്റ്റായിട്ട് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഇനി മയോണൈസിലേക്ക് കിടക്കാം. അപ്പം മയോണൈസ് നമുക്ക് മിക്സി എടുത്തിട്ട് അതിലോട്ട് ജാറിലിട്ട് ഒരു മുട്ട ഞാൻ നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് ഒരു മുട്ടയുടെ മതിയെങ്കിൽ അത് മാത്രം, അത്രയും കട്ട്ലറ്റ് കഴിക്കുക ഒരു മുട്ടയുടെ മതി. അപ്പം അതിലേക്ക് ഞാൻ ഒരു 5 ഉള്ളി വെളുത്തുള്ളി, ഇത്രയും ഉള്ളി ചേർക്കുന്നതെന്ന് പറയാൻ അറബിക് സ്റ്റൈല് മയോണൈസ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വെളുത്തുള്ളി ചേർത്തേ.
അപ്പം ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അടിക്കുന്ന കൂട്ടത്തിൽ അതിൽ ഓരോ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, സൺഫ്ലവർ ഓയിൽ. അപ്പം നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഇത് അടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം, പിന്നെ ഒഴിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അടിക്കുമ്പം നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു കറക്റ്റ് രീതി കിട്ടണം. അങ്ങനെ മയണൈസയും തയ്യാറായി. അപ്പോൾ അതും ബൗളിൽ ഒഴിച്ചിട്ട് നമുക്ക് അടിപൊളി മയണൈസയും അടിപൊളി ടേസ്റ്റിലുള്ള കട്ട്ലറ്റും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള കട്ട്ലറ്റും മയണൈസയാണ്. അപ്പോൾ ഇന്നത്തെ വൈകിട്ടത്തെ നോമ്പ് മുറി സ്പെഷ്യൽ കട്ട്ലറ്റ് മയണൈസ. അപ്പോൾ ഇത് കൂട്ടി തന്നെ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്, അടിപൊളി ടേസ്റ്റിൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഞങ്ങളുടെ കൂടെ വേണം. ഓക്കെ, ബൈ, സീ യു.